നമ്മള് പിന്നെ എന്തിനാണ് പത്മജ ഈ പാർട്ടി മാറിയത്? അത് വളരെ ക്ലിയർ ആണ്. അവർക്ക് പാർലമെന്ററി വ്യാമോഹം. സുരേഷ് ഗോപി ഇവിടെ ജയിച്ചപ്പോ അവർക്ക് ജയിക്കാനായി ഒരു സാധ്യത എന്ന് തോന്നിയ ഒരു പാർട്ടി മാറാണ്. അങ്ങനെ ജനം മാറിയിട്ടില്ല. തൃശ്ശൂർ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ശ്രീ രാജൻ ജയപാലൻ, നമ്മളിപ്പോ നടക്കുന്ന ഈ റോഡ്, ഈ സർക്കാർ പറയുന്നത് മുഴുവൻ ഈ റോഡുകൾ നോക്കൂ, സർക്കാരിന് വികസനം കൊണ്ടുവന്നില്ലേ, നിങ്ങൾ വോട്ട് ചെയ്യില്ലേ, റോഡിലൂടെ നടങ്ങിയിറങ്ങിയാൽ തന്നെ സർക്കാരിന് വോട്ട് വീഴുമെന്നാണ്. എന്താ റോഡുകള് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ മോശം. പറയാൻ പറ്റുന്ന റോഡ് കോർപ്പറേഷൻ്റെ ആണെന്നല്ലേ? കോർപ്പറേഷൻ കഴിഞ്ഞ വർഷം LDF ആയിരുന്നു. പാവട്ടോ, സത്യം. പക്ഷെ ഒരു കാര്യം കേട്ടോ, കഴിഞ്ഞ 25 വർഷമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇന്നേ വരെ ഒരു ചീത്തപ്പേര് ശ്രീ രാജൻ പല്ല കേൾപ്പിച്ചിട്ടില്ല. ശരിയല്ലേ? രാജൻ പല്ലിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. സ്വർണം തൃശ്ശൂരിൽ അത് ആലുക്കാസിന്റെയാണ്, തുണി തൃശ്ശൂർ കല്യാണിന്റെയാണ്, കോർപ്പറേഷൻ അത് രാജന്റെയാണ്. അങ്ങനെയാണ് നിങ്ങളെ. ഞാൻ ഇവിടെ മന്ത്രി ബിന്ദു ഇവിടെ മേയറായിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും മേയറായിട്ടുണ്ട്. നിങ്ങൾ ഒരാളോട് ചോദിച്ചു തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയർ ആരാ? അത് രാജൻ പല്ലെന്ന് ഇപ്പോഴും പറയുള്ള ആൾക്കാര്. അത് ബ്രാൻഡാണ്. വലിയൊരു ടാഗ് നമുക്ക് സൈഡിലോട്ട് നീക്കാം. ഒരു ടാഗാണ് പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരാണോ അത് രാജൻ പല്ലനാണെന്നാ എന്താ അഭിപ്രായം? അതിന് സംശയിക്കണ്ട. ഇവിടെ പത്മജ വേണുഗോപാൽ ജനിച്ചു വളർന്ന ഏറ്റവും ജനകീയനായ നേതാവാണ്. കഴിഞ്ഞ തവണ ജയിച്ചത് കോൺഗ്രസിലായതുകൊണ്ട് മാത്രമാണ്. തവണ അതിന്റെ കാലം മാറി തോറ്റത് കോൺഗ്രസിലായതുകൊണ്ട് മാത്രമാണ്. BJP-യിലാണ് വന്നിരിക്കുന്നത്. 100% ഇവിടെ ജയിക്കും. ഈ തൃശ്ശൂരിലെ MLA തീർച്ചയായിട്ടും കേരളത്തിലെ NDA ഭരിക്കാൻ പോണ്. ചേലക്കര അരുണൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. പത്മജ ഇവിടെ സ്ഥാനാർത്ഥിയായല്ലോ. സുരേഷ് ഗോപി MP ആയ സുരേഷ് ഗോപി പത്മജയ്ക്ക് പോലും വോട്ട് ചെയ്യാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഗുരുവായൂർ വോട്ട് ചേർത്തിയത് ആണോ? അതൊരു ചോദ്യം കേട്ടോ. അതെന്താ മറുപടി? എന്തുകൊണ്ടാണ് ഗുരുവായൂർ പോയി വോട്ട് ചേർത്തത്? സുരേഷ് ഗോപി ഇവിടെ പത്മജ ജയിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ വോട്ട് ചെയ്യേണ്ടതാണ് അല്ലേക്കരുടെ ചോദ്യം. അദ്ദേഹം ഇവിടുത്തെ വീട് ഒഴിഞ്ഞു. അവിടെ സ്വന്തം ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് വോട്ട് ചേർത്ത്. അന്ന് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ആൾ കോൺസ്റ്റന്റ് അല്ല. ഈ രണ്ടുപേരും കോൺസ്റ്റന്റ് അല്ല. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ.